കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പഞ്ചായത്തിലുള്ള കണ്ണാടിപ്പറമ്പ് ഗ്രാമത്തിൽ സ്ഥിരമായി നടക്കുന്ന വാഹന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ അപകടങ്ങൾക്കുള്ള കാരണമെന്ന്. ദേശസേവ UP സ്കൂളും കഴിഞ്ഞ് എൻ്റെ വാഹനം അങ്ങനെ മുന്നോട്ട് നീങ്ങി. ഈ കാണുന്ന പ്രദേശത്താണ് പോലും സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങൾ നിർത്താൻ പറ്റുന്നില്ല. വിശ്വാസികൾ പറയുന്നു അവരുടെ ചടങ്ങുകൾ നടത്താത്തത് കൊണ്ടാണെന്ന്. മറ്റുള്ളവർ പറയുന്നു അവിടെയുള്ള തണൽ മരം മുറിക്കാത്തത് കൊണ്ടാണെന്ന്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അവിടെ കേൾക്കാൻ സാധിച്ചു. ഈ കാണുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വാഹനങ്ങളെ ബോധവൽക്കരിക്കുന്നതാണ്. നിങ്ങൾ എത്ര വാഹനങ്ങളെ ബോധവൽക്കരിക്കും? ഇന്ന് ബോധവൽക്കരിച്ച വാഹനങ്ങൾ നാളെ ഇതുവഴി വരണമെന്നുമില്ല. അതുകൊണ്ട് അത് പ്രായോഗികമാണെന്ന് തോന്നുന്നുമില്ല. ഈ കാണുന്ന ബോർഡ് വെച്ച് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ അകലത്തിൽ വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ ഇടയിൽ കൂടെ ഏത് ബൈക്കുകാരനും അതിവേഗതയിൽ പോകാൻ എളുപ്പമാണ്. ഇവിടെ വേണ്ടത് ഇത്തരത്തിലുള്ള രാത്രിയിൽ മാറ്റുന്ന ബോർഡുകളല്ല, മറിച്ച് ഹമ്പുകളാണ്, വരമ്പുകളാണ്. അതിന് PWDയുടെ സഹായം ഉണ്ടായാലേ തീരുകയുള്ളൂ. ഞാൻ സ്കൂൾ അധികാരികളുമായി ബന്ധപ്പെട്ട് അവർക്ക് റോഡിൽ ആര് മരിച്ചാലെന്ത്, എന്ത് അപകടമുണ്ടായാലെന്ത്, അവർക്ക് കൃത്യമായി കിട്ടുന്ന ശമ്പളം മതി എന്ന ഒരു മനോഭാവമാണ് അവരുമായി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഇവിടെയുള്ള തണൽ മരം മുറിച്ച് കുറച്ചുകൂടി വീതിയാക്കിയാൽ ഇവിടെ അപകടമുണ്ടാകില്ല എന്നാണ്. നമുക്കറിയാം, മയ്യിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മുന്നിൽ കൃത്യമായ ഹമ്പ് സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗത കൃത്യമായി അവർ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് യാതൊരു അപകടവും അവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെയും നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ആര് തുടങ്ങും, ആരോട് പറയും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. സെൻ്ററാണ്. ഇതോട് ചേർന്നാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരക്കോട് തിരക്കാണ്. ഈ കാണുന്നത് ഒരു കാഞ്ഞിര മരമാണ്. വലിയ ഔഷധ ഗുണമുള്ള മരം. ഒരു തണൽ മാത്രം. ഇത് മാത്രമാണ് ഇവിടെയുള്ള ഏക തണൽ. ഇത് മുറിക്കണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇത് മുറിച്ചാൽ ഇവിടെയുള്ള അപകടം കുറയുമോ? ഇല്ല. കാരണം ഈ മരത്തിലടിച്ചിട്ട് ആരും ഇതുവരെ മരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മരം സംരക്ഷിക്കുകയും വേണം, നമുക്ക് ഇവിടെയുള്ള വേഗത കുറയ്ക്കുകയും വേണം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു ബസ് വന്ന് പാർക്ക് ചെയ്തത്. നോക്കാം, ആ ബസ് പാർക്ക് ചെയ്താൽ ബാക്കിയുള്ള സ്ഥലം. സ്കൂളിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ബസ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് അതിൻ്റെ എതിർ വശത്ത് റോഡ് നന്നേ വീതി കുറവ്, അല്ലെങ്കിൽ ഒരു വാഹനത്തിന് പോകാനും പറ്റത്തില്ല. ഒന്നുകിൽ ഈ ബസ് നിർത്തുന്ന ഭാഗത്ത് കൃത്യമായി ഒരു ഏരിയ നമുക്ക് ഒഴിച്ചുണ്ടാക്കണം. അല്ലെങ്കിൽ ബസ് ഇവിടെ നിർത്തുന്നത് കുറച്ച് മുമ്പോട്ടോ പിറകോട്ടോ മാറ്റി കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്ത് ബസ് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇവിടെയുള്ള ഏക പ്രശ്നം നേരത്തെ പറഞ്ഞ ആ തണൽ മരമാണ്. ആ കാണുന്ന ഏക മരമാണ് അവിടെയുള്ള തണൽ. ഈ കാണുന്നതാണ് കണ്ണാടിപ്പറമ്പ് ക്ഷേത്രം. അതിൻ്റെ പരിസരത്തുള്ള ഗ്രൗണ്ടും മറ്റുമാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ ചില ബലി കർമ്മങ്ങൾ, കോഴിയെ ബലി നൽകി കലശം വരുന്ന ഒരു വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങ് നടത്താത്തത് കൊണ്ടാണ് ഇത്രയധികം ആളുകൾ മരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ വർഷത്തിൽ പല പ്രാവശ്യവും ഈ കലശം ഇവിടെ വന്ന് ഈ ചടങ്ങ് നടത്താറുണ്ടത്രേ. ഇത് നിന്നുപോകാൻ ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അതിലൊന്ന് സാമ്പത്തികവും. ഒരു കലശ ചടങ്ങ് നടത്താൻ നാറാത്ത് അമ്പലത്തിൽ 2500 രൂപ അടച്ച് റെസീറ്റ് വാങ്ങുക. ആ പൈസ ഇതിൻ്റെ എംബ്രോനെ ഏൽപ്പിക്കും. അപ്പോൾ അവരുടെ വാദം എന്ന് പറയുന്നത് ഈ 2500 രൂപയിൽ നിന്ന് ഒരു കോഴിയെ വാങ്ങണം, പിന്നെ കുരുത്തോല ശേഖരിക്കുന്നവർക്ക് കൂലി കൊടുക്കണം, പിന്നെ അല്പം മദ്യം വേണം.
ഈ ഭക്ഷണവും കാര്യവും എല്ലാം ഉൾപ്പെടെ ഈ 2500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരുടെ വാദം. നമ്മൾ നേരത്തെ റോഡ് അപകടം കണ്ട റോഡിൻ്റെ എതിർവശത്താണ് ഈ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കലശം പുറപ്പെടേണ്ടത്. നമ്മൾ 2500 രൂപ കൊടുത്ത് റെസീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എംബ്രോൻ്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങ് ഇവിടെ നിന്ന് ആരംഭിക്കും. ഓക്കെ പറ, വർഷത്തിലെ എങ്ങനെയാ അതിൻ്റെ കണക്ക്? കലശം ഇപ്പം നേർച്ച കഴിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നേർച്ച കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കലശം ഉണ്ടാവും. ഇത് സുജിത്ത്, ഈ ദേവസ്ഥാനത്തിൻ്റെ ഒരു അവകാശിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് ഒരു കലശം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് അമ്പലത്തിൽ വന്ന് റെസീറ്റ് മുറിക്കുക, എന്നിട്ട് എംബ്രോനോട് പറയാം, അന്നേരം എംബ്രോൻ ആ കലശം കഴിക്കും. ഇപ്പം നിലവിലെ എംബ്രോൻ ആരാ? നിലവിലെ നമ്മൾ സജീവൻ. സജീവൻ തന്നെ നിങ്ങളാരാ? എൻ്റെ കുടുംബം. ഓക്കെ. നിങ്ങൾ അച്ഛൻ നേരത്തെ എംബ്രോൻ ആയിരുന്നോ? ആയിരുന്നു. ഇപ്പം നിലവിലില്ല, മരിച്ചുപോയി. അപ്പോൾ ഇതിനെന്നാ തടസ്സം നിങ്ങൾ ഈ ചടങ്ങ് കഴിക്കുന്നതിന് അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അത് അവർ തരുന്ന പൈസ 2500 രൂപ എങ്ങനെയാണ്? അത് നിങ്ങൾക്ക് മതിയാകുന്നില്ല ചിലവ്. കാരണം കോഴീനെ വാങ്ങണം, കള്ള് വേണം, എന്ത് കുരുത്തോല അത് എടുക്കാൻ പോയാൾക്ക് ഒരു 10-300 രൂപ കൊടുക്കണോ? ഇതെല്ലാം കൊടുത്താൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോലും മുറിക്കേണ്ടിയാണ്. അപ്പോൾ ഓനൊരു കൂലി കൊടുക്കണം, അത് നടക്കുന്നില്ല. അപ്പം പിന്നെ 100 ആയാലാണ്, 100 പ്രാവശ്യം ആയാലാണ് നിങ്ങൾക്ക് അവിടെ പിന്നെ ജോലി സ്ഥിരത എന്തോ കിട്ടാനുണ്ട് നിങ്ങളൊരു അവകാശിക്ക്. പക്ഷെ അത് 100 ആയിട്ടില്ല. അവരെ കണക്ക് പ്രകാരം 90 എങ്ങനെ ആയിട്ടില്ലോ. അപ്പോൾ 100 ആവണം. ആയിട്ടാകുമ്പോൾ അത് അതിന് അർഹരുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞതാണ്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് അവർ കണക്ക് കൂട്ടിയത് തെറ്റിയിട്ടാണ്. നമ്മുടെ 100 ആയിട്ടുണ്ട്, പക്ഷെ അവരൊരു കാരണം പറയുന്നതാണ്. നിങ്ങളോട് പിന്നെ താല്പര്യമുള്ള ഒരാൾ എന്നോട് ആടെന്ന് പറഞ്ഞ കാര്യം അത്. അതായത് അതെ, ഇപ്പൊ അവര് പറയുന്നത് 100 കഴിഞ്ഞിട്ടുണ്ടാവും. മാസത്തിൽ ഇപ്പൊ നമ്മള് നേർച്ച ഉള്ള പോലെ പോവുക. ആള് നേർച്ച ആക്കേണ്ടതാ? നേർച്ച ആക്കണ്ടേ? ഇത് നമ്മള് ഇവിടുന്ന് ആഴ്ചയില്ല. ഇപ്പൊ നമ്മളാകെ ഒന്ന് കലശം കഴിക്കണ്ടെങ്കിൽ നമ്മൾ നേർച്ചിട്ട് അത് പൈസ കൊടുക്കും. അതുപോലെ വേറെ ആരും ആ നേർച്ച ഇപ്പൊ ഞാനാ നേർച്ച കൂട്ടിന്ന് വിചാരിച്ചോ, അപ്പൊ അതിന്റെ ചെലവ് ഞാനാ തരണ്ടേ? ചെലവ് നിങ്ങൾ എത്ര പൈസയാവും? അതെ, അതിപ്പോ അവര് പൈസ അല്ല ആടെ കൊടുക്കേണ്ട പൈസ അമ്പലത്തിലെ റെസീറ്റ് മുറിച്ചിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വരണം. ഇത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും തന്നെയാണ് നമ്മുടെ നാടിൻ്റെ അസ്തിത്വം നിലനിർത്തുന്നത്. ഇത്തരം ചടങ്ങുകൾ മതസൗഹാർദ്ദത്തിനും വലിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ കലശം കൃത്യമായി നടക്കട്ടെ. റോഡ് സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സർക്കാർ തലത്തിൽ എടുക്കട്ടെ. സ്കൂളിൻ്റെ റോഡിൽ 2 ഭാഗത്തും സൈൻ ബോർഡും ഹമ്പുകളും ഉടൻ സ്ഥാപിക്കുക. ഇനി ഒരു മാതാപിതാക്കളുടെയും കണ്ണുനീർ റോഡ് അപകടത്തിൽ മരിച്ച മക്കൾക്ക് വേണ്ടി വീഴാതിരിക്കട്ടെ. ശാന്തിയും സമാധാനവുമുള്ള ഒരു നാളെ പുലരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.